ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ക്ലാസ് 5 EVSൻ്റെ സീഡ്സ് ആൻഡ് സീഡ്സ് എന്ന 5th ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. വാട്ട് ഈസ് സീഡ്, വാട്ട് ഈസ് ജെർമിനേഷൻ ആൻഡ് ദ സർക്കംസ്റ്റൻസസ് റിക്വയർഡ് ഫോർ ജെർമിനേഷൻ. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അതായത് സീഡിൻ്റെ ഉപയോഗം, അല്ലെ സീഡ് എന്താണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്, പിന്നെ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്. സീഡ്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു റീപ്രൊഡ്യൂസ് ബേബി പ്ലാന്റ്. ചെറിയ കുഞ്ഞു ചെടി ഉണ്ടാകാനുള്ള റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് സീഡ്സ്. ജെർമിനേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കമ്മിങ് ഔട്ട് ഓഫ് ന്യൂ പ്ലാന്റ് ഫ്രം സീഡ്. സീഡ്സിൽ നിന്നും വിത്തിൽ നിന്നും ചെറിയ ചെടി ഉണ്ടാകുന്ന പ്രോസസ്സിനാണ്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജെർമിനേഷൻ. എയർ, വാട്ടർ ആൻഡ് സ്യൂട്ടബിൾ ക്ലൈമറ്റ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ. ഇങ്ങനെ മുളയ്ക്കണമെങ്കിൽ എയർ വേണം, വാട്ടർ വേണം, അതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് വേണം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇൻസെക്ടിവോറസ് പ്ലാന്റ് ഓർ കാർണിവോറസ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് വിച്ച് ഹണ്ട്. They are some plants which trap and eat frogs, insects and even mice. ചില പ്ലാന്റ്സ് ഉണ്ട്, അത് ചെറിയ ചെറിയ പ്രാണികളെ, ഫ്രോഗ് തവളകളെ, ഒരു മൈസ് റാറ്റ്സിനെയൊക്കെ തിന്നും. നമ്മൾ ആനിമൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ടൈഗർ, ചീറ്റ, ഇതൊക്കെ മറ്റ് ആനിമൽസിനെ തിന്നുന്നവയാണ് അല്ലേ, മറ്റ് ആനിമൽസിനെ തിന്നും. അതിനെ നമ്മൾ കാർണിവോറസ് ആണെന്നാണ് പറയുന്നത്, കാർണിവോറസ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലുമുണ്ട് ഇങ്ങനെ ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ള ജീവികളെ പിടിച്ച് തിന്നുന്നത്. ഇതിനെ ഇൻസെക്ടിവോറസ് എന്ന് പറയും. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന് പിക്ചർ പ്ലാന്റ് എന്ന പേര് കിട്ടാനുള്ള കാര്യം തന്നെ ഇതുണ്ടോ, പിക്ചർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ജഗ്ഗാണ്. ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ജഗ്ഗിനാണ് നമ്മൾ പിക്ചർ എന്ന് പറയുന്നത്, PITCHER. The pitcher plant or Nepenthes is one such plant. It is found in Australia, Indonesia and Meghalaya in India. ഇന്ത്യയിൽ മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് കാണുന്നുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യയിലൊക്കെ ഈ പിച്ചർ പ്ലാന്റ്സ് ഉണ്ട്. ഇറ്റ് ഹാസ് എ പിച്ചർ ലൈക്ക് ഷേപ്പ് ആൻഡ് മൗത്ത് ഈസ് കവേർഡ് ബൈ എ ലീഫ്. ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ ഷേപ്പും ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിലൊരു ലീഫുണ്ട്. ഈ ലീഫ് കൊണ്ട് ഇതിൻ്റെ വായ അടഞ്ഞിരിക്കുന്ന പോലാണ് തോന്നുന്നത്. ദ പ്ലാന്റ് ഹാസ് സ്പെഷ്യൽ സ്മെൽ ദാറ്റ് അട്രാക്ട് ഇൻസെക്ട്സ് ടു ഇറ്റ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേക മണമുള്ള നെക്ടറുണ്ട്, അതായത് ഒരു തേൻ പോലെ. ആ മണം കൊണ്ട് ഒരു സ്പെഷ്യൽ മണമുണ്ട്. ഇതുകൊണ്ട് ഈ എല്ലാ ഇൻസെക്ട്സും അതിലേക്ക് വരും. വെൻ ദ ഇൻസെക്ട്സ് lands on the mouth of the plant, it gets trapped and cannot get out. That is clever way to hunt. ഇതിങ്ങനെ ഈ നല്ല മണം, ഈ ചെടിയുടെ ഈ പൂവിൻ്റെ നല്ല മണം കൊണ്ട് ഇൻസെക്ട്സൊക്കെ, പ്രാണികളൊക്കെ വന്ന് ഇതിൻ്റെ മൗത്തിൻ്റെ, അതായത് വായയുടെ ഭാഗത്തേക്ക്, അതായത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്തു ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ മുകളിലിരിക്കുന്ന ലീഫ് ഇതങ്ങ് അടയും. അങ്ങനെ ആ ഇൻസെക്റ്റിനെ ട്രാപ്പിലാക്കും. അതുപോലെ തന്നെ ഇൻസെക്ടിവോറസ് ആണ് ഈ രണ്ടെണ്ണം. ഫസ്റ്റ് വൺ ഈസ് കോബ്ര ലില്ലി എന്ന് പറയുന്ന ചെടി, അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇത് രണ്ടും ഇതുപോലെ തന്നെയാണ്. ഇത് രണ്ടിൻ്റെ ഈ കോബ്ര ലില്ലി ഇതുപോലെ തന്നെയാണ്, ഭയങ്കര മണമാണ്. മണം കൊണ്ട് ഈ മണം ശക്തമാവുന്നുണ്ടെങ്കിൽ ഇൻസെക്ട്സൊക്കെ വന്ന് ഇതിൻ്റെ മൗത്ത് ഭാഗത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇത് തന്നെ അങ്ങ് അതിൻ്റെ വയറ്റിലേക്ക് പോകും. ഇതുപോലെ തന്നെയാണ് ഇവിടെ, ഇതൊരു ട്രാപ്പ് പോലാണ് ഈ ചെടി ചെയ്യുന്നത്. അതായത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നാണ് അതിൻ്റെ പറയുന്നത്. വീനസ് ഫ്ലൈ ട്രാപ്പ് അതുപോലെയാണ്. ഇതിൻ്റെ അറ്റത്ത് വന്ന് ഒരു ട്രാപ്പ് പോലെയാണ് ഇരിക്കുന്നത്, തുറന്നിരിക്കുക. അതിനകത്തേക്ക് ഇൻസെക്ട്സ് വന്ന് പറ്റിയിരിക്കുന്നുണ്ടേ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഈ ട്രാപ്പ് അങ്ങ് അടയും, ആ ഇലകൾ ചേർന്ന് അങ്ങ് അടയും. അങ്ങനെ അടയുമ്പോൾ ആ ഇൻസെക്ട്സിന് രക്ഷപ്പെടാൻ പറ്റാതെ ആകും. നെക്സ്റ്റ് സോ മെനി സീഡ്സ്. ഹൗ മെനി ടൈപ്പ് ഓഫ് സീഡ്സ് ക്യാൻ യു കളക്ട്. നമുക്ക് എത്ര തരത്തിലുള്ള സീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വെയർ വിൽ യു ഫൈൻഡ് ദം. നിങ്ങൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈച്ച് ഓഫ് യു ഷുഡ് ട്രൈ ടു കളക്ട് ആസ് മെനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീഡ്സ് ആസ് യു ക്യാൻ. നിങ്ങൾക്ക്
കളക്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും സീഡ്സ് കളക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് പുട്ട് ഓൾ ദ സീഡ് കളക്ഷൻ ടുഗദർ. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുക. നൗ ഒബ്സർവ് ദീസ് സീഡ്സ് കെയർഫുള്ളി. ദർ ഷേപ്പ്, സൈസ്, കളർ, ടെക്സ്ചർ. ഇറ്റ് ഈസ് സ്മൂത്ത് or rough. Make a seed chart to put up in the class. You can start with a table like this. നിങ്ങൾ കുറേ സീഡ്സ് എടുക്കുക. ഈ സീഡ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. ചിലതിൻ്റെയൊക്കെ ഷേപ്പ് റൗണ്ട് ഷേപ്പാണ്, ചിലത് ഫ്ലാറ്റ് ഷേപ്പായിരിക്കും. അങ്ങനെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടായി, സൈസിന് ചെറുതുണ്ട്, വലുതുണ്ട്. പിന്നെ കളറ് ചില ഗ്രീൻ കളറുണ്ട്, ചിലത് ബ്രൗൺ കളറുണ്ട്, ചിലത് യെല്ലോ കളറുണ്ട്. അങ്ങനെ കളറിന് വ്യത്യാസം. ദെൻ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്താണോ റഫാണോ, അതായത് തൊട്ടാൽ നല്ല സ്മൂത്തായിട്ടിരിക്കും, ചിലതൊക്കെ റഫായിട്ടിരിക്കും. ദാറ്റ് മീൻസ് സീഡ്സ് ആർ ഡിഫറെൻ്റ് ഇൻ സൈസ്, ഷേപ്പ്, കളർ ആൻഡ് ടെക്സ്ചർ. സൈസിൽ, ഷേപ്പിൽ, കളറിൽ, ടെക്സ്ചറിൽ, ഇതിലെല്ലാം എന്ത് വ്യത്യാസമുണ്ട്? സീഡ്സിന് വ്യത്യാസമുണ്ട്. ഓക്കെ. ദെൻ മേക്ക് എ സീഡ് ചാർട്ട് ടു പുട്ട് അപ്പ് ഇൻ ദ ക്ലാസ്. ഇതുപോലെ ഒരു സീഡ് ചാർട്ടോ ഉണ്ടാക്കുക. അതായത് നെയിം ഓഫ് ദ സീഡ് രാജ്മ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, രാജ്മ സീഡ്. അതിന് കളറ് റെഡിഷ് ബ്രൗൺ, അതിൻ്റെ ഷേപ്പ് ഡ്രോൺ ചെയ്യുക, നമ്മൾ തന്നെ ചെയ്യുക. ടെക്സ്ചർ തൊട്ട് നോക്കിയാൽ വളരെ സ്മൂത്തായിട്ട് പരുക്കനല്ലാത്ത ഒരു സീഡാണ് രാജ്മ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയത് എല്ലാം നിങ്ങൾക്ക് താഴോട്ട് എഴുതി ചേർക്കാം. അതിൻ്റെ കളറ്, അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വരച്ച് ചേർക്കാം. നെക്സ്റ്റ്, ഡിഡ് യു കീപ് ആനി സീഡ് ദാറ്റ് ഈസ് ഓൺ, നമ്മുടെ പെരുംജീരകം എന്ന് പറയുന്നത്, ആൻഡ് ക്യുമിൻ, സാധാരണ ജീരകം, ഇൻ യുവർ ലിസ്റ്റ്. നിങ്ങളുടെ എടുത്ത ഈ സീഡ്സിൻ്റെ കൂട്ടത്തിൽ ജീരകവും പെരുംജീരകം ഇവയൊക്കെ ഉണ്ടോ? വിച്ച് വാസ് ദ സ്മോളസ്റ്റ് സീഡ്, വിച്ച് വാസ് എ ബിഗ്ഗസ്റ്റ് സീഡ് ഇൻ യുവർ കളക്ഷൻ. നിങ്ങൾ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ സീഡ് ഏതാണ്, ഏറ്റവും ചെറിയ സീഡ് ഏതാണ്? അത് നമ്മുടെ കളക്ഷനിൽ നിന്ന് ഏറ്റവും ചെറുതും വലുതും കണ്ടുപിടിക്കാനാണ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് സീഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് സ്പൈസസ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ സ്പൈസസ് ആയിട്ട്, അതായത് കറിക്കകത്തൊക്കെ ചേർക്കാൻ ഉപയോഗിക്കുന്ന സ്പൈസി ആയിട്ടുള്ള സീഡ്സ് ഏതൊക്കെയാണ്? ക്യുമിൻ ഉണ്ടാവും അല്ലേ, പിന്നെ മസ്റ്റാർഡ്, ആനിസിഡ്. ഇതൊക്കെ ആനിസിഡ് എന്ന് പറഞ്ഞാൽ ഇത് ജീരകവും പെരുംജീരകവും കടുകും ഒക്കെ നമ്മൾ ഇങ്ങനെ സ്പൈസി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സീഡ്സ് ഓഫ് വെജിറ്റബിൾസ് ഏതിൻ്റെയൊക്കെ വെജിറ്റബിൾ? ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, കുക്കുംബർ, ഇതിൻ്റെയൊക്കെ സീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സീഡ്സ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ സീഡ്സ്, ആപ്പിൾ, ഓറഞ്ച്, ഗുവ, എക്സെട്ര. ലൈറ്റ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഭാരമില്ലാത്തത്. ക്യുമിൻ, ജീരകം, ആനിസീഡ്, പെരുംജീരകം, ഇതിനൊന്നും അധികം ഭാരമില്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. സീഡ്സ് വിച്ച് ആർ ഫ്ലാറ്റ്, നല്ല പരന്നിരിക്കുന്ന പോലത്തെ സീഡ്സ്, രാജ്മ, ആപ്പിളിൻ്റെ ഒക്കെ സീഡ്സ് കണ്ടിട്ടില്ലേ, അത് വളരെ പരന്നാണ് ഇരിക്കുന്നത്. ആൻഡ് മേക്ക് മോർ ഗ്രൂപ്പ്സ്. ഹൗ മെനി ഗ്രൂപ്പ്സ് ഇഫ് സീഡ്സ് ഡിഡ് യു മേക്ക്? നമ്മളിതുപോലെ കുറേ സീഡ്സ് എടുക്കുക, അതിനെല്ലാം ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിക്കുക. ഡു യു നോ എനി ഗെയിം ദാറ്റ് യു ക്യാൻ പ്ലേ വിത്ത് സീഡ്സ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്. സീഡ്സ് കൊണ്ട് കളിക്കുന്ന ഏതെങ്കിലും കളി നിങ്ങൾക്കറിയാമോ? Tamarind seeds were split into 2 halves and children play game with them. Mango seeds are used to make a type of flute. അതായത് ഈ പുളിയുടെ അരി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുട്ടികൾ അത് വെച്ച് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ മാംഗോ ഉണ്ടല്ലോ, മാംഗോ സീഡിൻ്റെ അകത്തെ ഒരു വൈറ്റ് കളർ പോർഷൻ റിമൂവ് ചെയ്തുകൊണ്ട് അത് ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടക്കുഴൽ പോലെ യൂസ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കി പിള്ളേർ കളിക്കാറുണ്ട്. വാണ്ടറിങ് സീഡ്സ്. പ്ലാന്റ്സ് കനോട്ട് മൂവ് അറൗണ്ട്. പ്ലാന്റ്സിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കറിയാമല്ലോ അത്. വൺസ് ദേ ഗ്രോ ദേ റിമെയിൻ ഇൻ ദ സെയിം പ്ലേസ്. ഒരിടത്ത് അവർ കിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ദെയർ സീഡ്സ് ആർ ഗ്രേറ്റ് ട്രാവലേഴ്സ്. പക്ഷേ അവരുടെ വിത്തുകൾ വലിയ
ട്രാവലേഴ്സാണ്, യാത്രക്കാരാണ്. ദേ ക്യാൻ റീച്ച് ഫാർ ആൻഡ് വൈഡ്. അവർക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ നെക്സ്റ്റ് പേജ് ആൻഡ് സീ ദ ഫ്ലൈയിങ് സീഡ്സ്. ഇനി ഇതിനകത്തുള്ള നമുക്ക് കുറേ പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് നോക്കാം. പിക്ചർ 1 ഇതാണ്. നോക്കാം ഇവിടെ പിക്ചർ 1, 2 ഈ രണ്ടെണ്ണത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കോട്ടൻ്റെയാണ്. കോട്ടൺ ആണെങ്കിലും ഡാൻഡിലിയോൺ ആണെങ്കിലും എന്താണ് ഇങ്ങനെ പറന്നു പോകുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. ഇത് പഞ്ഞിയൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അത് പറന്ന് പോയി. അതുപോലെ നിങ്ങൾ നാട്ടിൽ ഓൾഡ് വുമൻസ് ഹെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയുന്ന ഇത് പറന്ന് പോകുന്ന കണ്ടില്ലേ? അത് നിങ്ങൾ കിട്ടുമ്പോൾ എടുത്തു നോക്കണം. അതിനകത്ത് ചെറിയൊരു സീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പറന്ന് പോയി എവിടെയെങ്കിലും ചെന്നിട്ട് അത് കിളിർത്ത് വരും. ഹാവ് യു എവർ സീൻ എനി സീഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സീഡ്സ് പറന്നു പോകുന്നത്? വാട്ട് ഇറ്റ് ഈസ് കാൾഡ് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഓൾഡ് വുമൻസ് ഹിയർ എന്ന് പറയും ചിലരാണെങ്കിൽ ഇങ്ങനെ അപ്പൂപ്പൻ താടി എന്ന് പറയും. ലുക്ക് അറ്റ് യുവർ സീഡ് കളക്ഷൻ. ഗെസ് ഹൗ മെനി ഓഫ് ദോസ് കുഡ് ഹാവ് ട്രാവൽഡ് ബൈ ഫ്ലൈ? ഇതിൽ എത്ര എണ്ണം നമുക്ക് ഫ്ലൈ ചെയ്ത്, അതായത് നിങ്ങളുടെ കളക്ഷനിലുള്ള സീഡ്സിൽ എത്ര എണ്ണം ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്? ഫ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ഒട്ടും ഭാരമില്ലാതിരിക്കണം അല്ലേ? ഹെയർസ് പോലുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഹെയർസൊക്കെ ഉണ്ടെങ്കിൽ ഈ വിൻഡ് അടിക്കുന്നുണ്ടെങ്കിൽ പറന്ന് പോകും. പഞ്ഞി എങ്ങനെയാണ്? പഞ്ഞി കണ്ടിട്ടില്ലേ? കോട്ടൺ. അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ പറന്നു പോകും. പിന്നെ ഈ പറയുന്ന ഓൾഡ് വുമൺസ് ഹെയർ എന്ന് പറയുന്ന അതും സാധാരണയായിട്ട് പറന്ന് പോകുന്ന സീഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ 2. ദിസ് സീഡ് ക്യാനോട്ട് ഫ്ലൈ. കാര്യം എന്താ? രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. ഇതിനങ്ങനെ പറക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അതിന് ഇച്ചിരിയുടെ ഭാരമുണ്ട്. ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റിൽ ട്രാവൽ ബൈ സ്റ്റിക്കിംഗ് ഓൺ ദ ഫർ ഓഫ് ആനിമൽ ഓർ അവർ ക്ലോത്ത്. ഈ ടൈപ്പ് ഫോക്സ് ടെയിൽ എന്നാണ് പറയുന്നത്. അതിനെ ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന ഈ ചെറിയ ചെടി കാ പോലെ ഇരിക്കുന്ന ചെറിയ സീഡാണ്. ഇത് നമ്മുടെ ഡ്രസ്സിലോ അതുപോലെ ആനിമൽസിൻ്റെ ഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെയറിലും ഒക്കെ പറ്റി പിടിച്ച് ദൂര സ്ഥലങ്ങളിൽ പോയി അത് വന്ന് വീണ് കിളിക്കും. നമുക്ക് ഏറ്റവും എക്സാമ്പിൾ പറയുന്നത് നമ്മൾ നാട്ടിൽ ഈ നമ്മുടെ ഡ്രസ്സിലൊക്കെ കൊളുത്തി പോകുന്ന ചെറിയ സീഡിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് സ്നേഹപ്പുല്ലെന്നാണ്. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. ചെറിയ സീഡാണ്. നമ്മുടെ ഡ്രസ്സിലെല്ലാം പറ്റിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തല്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ അവിടെ തട്ടിയിടും അല്ലേ? അത് അവിടെ കിടന്ന് കിളിക്കും. ആൻഡ് ഇൻ ദിസ് വേ ഇറ്റ് ഗെറ്റ്സ് ഫ്രീ റൈഡ്. അങ്ങനെ ആകുമ്പം അവരെന്ത് ചെയ്യും? ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫ്രീ ആയിട്ട് പോകും. ഡിഡ് യു ഗെറ്റ് എനി ന്യൂ ഐഡിയ ഫ്രം ദീസ് സീഡ്സ്? ഹൗ ദ ഐഡിയ ഓഫ് വെൽക്രോ കെയിം ടു ജോർജ് മിൻസ്ട്രൽ. ഇനി നമ്മൾ പറയുന്നത് ഈ വെൽക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. ദിസ് വൺ, അതായത് ഈ പിക്ചറിൽ കാണുന്നില്ലേ നമ്മുടെ ചെരുപ്പയിലൊക്കെ ഒട്ടിക്കുന്ന സാധനം, ചെരുപ്പൊക്കെ ചേർത്ത് വെച്ച് പിൻ ചെയ്യുന്ന ഇതിനാണ് വെൽക്രോ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ജോർജ് മെസ്ട്രൽ എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹം എങ്ങനെ ഇത് കണ്ടുപിടിച്ചതെന്ന് പറയാം. ദിസ് ഹാപ്പൻഡ് ഇൻ 1948. വൺ ഡേ ജോർജ് മെസ്ട്രൽ കെയിം ബാക്ക് ഫ്രം എ വാക്ക് വിത്ത് ഹിസ് ഡോഗ്. അദ്ദേഹത്തിൻ്റെ ജോർജ് മെസ്ട്രൽ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഡോഗിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് വോക്ക് കഴിഞ്ഞിട്ട്, അതായത് രാവിലെ മോർണിംഗ് വോക്ക് ആയിരിക്കാം, രാവിലെ നടന്നിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഹി വാസ് അമേസ്ഡ് ടു ഫൈൻഡ് സീഡ് സ്റ്റിക്കിംഗ് ഓൾ ഓവർ ഹിൽ ക്ലോത്ത് ആൻഡ് ഓൺ ഹിസ് ഡോഗ്സ് ഫർ. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സേ മൊത്തം അതുപോലെ ഡോഗിൻ്റെ ഹെയറിൽ നിറച്ചൊരു ടൈപ്പ് സീഡ് പറ്റിയിരിക്കുന്നുണ്ട്. ഹി വണ്ടേഡ് വാട്ട് മേഡ് ദം സ്റ്റിക്ക്. ഇങ്ങനെ പറ്റിയിരിക്കാൻ എന്താണ് കാര്യമെന്ന് അദ്ദേഹം നോക്കി. സോ ഹി ഒബ്സർവ് ദീസ് സീഡ്സ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് അദ്ദേഹം നോക്കിയത്. ഹി സോ ദാറ്റ് ദ സീഡ്സ് ഹാവ് മെനി ടൈനി ഹുക്സ് വിച്ച് ഗോട്ട് സ്റ്റക്ക് ടു ക്ലോത്ത് ഓൺ ഫർ. അദ്ദേഹത്തിൻ്റെ ക്ലോത്തേലും ഈ ഫറയിലും ഡോഗിൻ്റെ ഫറയിലും ഒക്കെ ഇരുന്നത് വെച്ച് നോക്കിയപ്പോൾ ചെറിയ ഹുക്ക് പോലത്തെ സ്ട്രക്ചർ ആ സീഡ്സിനുണ്ട്. ചെറിയ ഹുക്കായിട്ട് ഉണ്ട്. ദിസ് ഗേവ് മെസ്ട്രൽ ദ ഐഡിയ ഓഫ് മേക്കിംഗ് വെൽക്രോ. ഇതാണ്
അദ്ദേഹം ഈ ഐഡിയ ആണ് വെൽക്രോ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി മേഡ് എ മെറ്റീരിയൽ വിത്ത് സിമിലർ ടൈനി ഹുക്സ് ദാറ്റ് വുഡ് സ്റ്റിക്ക്. അദ്ദേഹം ചെയ്തത് ഇതുപോലെ ചെറിയ ഹുക്കുകൾ പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി. വെൽക്രോ ഈസ് യൂസ് ടു സ്റ്റിക്ക് ടുഗദർ മെനി തിങ്സ്, ക്ലോത്ത്, ഷൂസ്, ബാഗ്, ബെൽറ്റ് ആൻഡ് മെനി മോർ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യുന്ന വെൽക്രോ ഉപയോഗിക്കാറുണ്ട്. വാട്ട് എ വേ ടു ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം നേച്ചർ, അല്ലേ? പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പ്രചോദനമാണ് ജോർജ് മെസ്ട്രലിനത്. ഓക്കെ, look at the picture given below and guess how the seeds travel and reach different places. പല ഡിഫറെൻറ്റ് പ്ലേസസിലേക്ക് ഈ സീഡ്സ് എങ്ങനെ എത്തുന്നു എന്ന് നോക്കാം. നോക്കിയേ, ഇത് കോക്കനട്ടിൻ്റെ പിക്ചറാണ്. കോക്കനട്ട് ട്രീ. ഈ കോക്കനട്ട് ട്രീയിൽ കോക്കനട്ട് പൊഴിഞ്ഞുണ്ടോ? എവിടെയാണ് കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നദീതീരങ്ങളിൽ കോക്കനട്ട്സ് ഉണ്ട്. അതിന് കാരണം ഇതാണ്, ഈ കോക്കനട്ട് ട്രാവൽ ചെയ്ത് ഏതെങ്കിലും തീരത്ത് മണ്ണിൽ പൊതഞ്ഞ് കിടക്കി അവിടുന്ന് പിന്നെ ആ കോക്കനട്ട് ട്രീ തെങ്ങുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്ത് വാട്ടറിലൂടെ ഇതിനെ നമ്മൾ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് എന്നാണ് പറയുന്നത്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സിന് എങ്ങനെയൊക്കെ? ഇതിൽ ഡിസ്പേഴ്സൽ ബൈ വാട്ടർ. കോക്കനട്ട് എങ്ങനെയാണ് പോയത്? വാട്ടറിലൂടെയാണ്. നെക്സ്റ്റ് നോക്കിയേ, ഒരു കിളി എന്തോ ഒരു സീഡ് കൊത്തിയെടുത്തുകൊണ്ട് പറക്കുകയാണ്. അതെങ്ങനെയാണെന്നറിയാമോ? ഈ ഫ്ലഷി ഫ്രൂട്ടെല്ലാം ആര് കഴിക്കും? ഈ ബേർഡ് കഴിക്കും. പിന്നുള്ള ആ ചെറിയ കുരു, അതിനകത്ത് സീഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ക്രീറ്റ വഴി, അതായത് അത് അതിൻ്റെ പോട്ടി വഴി എന്ത് ചെയ്യും? വെളിയിൽ വരും. എക്സ്ക്രീറ്റ വഴി വെളിയിൽ വരും. പിന്നെ അതുപോലെ ഈ അണ്ണാനൊക്കെ ആണെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് ബാക്കി വരുന്ന അവിടെ ഇവിടെയൊക്കെ ഇടും. അതിൻ്റെ വിത്തുകളൊക്കെ പോകും. പിന്നെ അല്ലാതെ അണ്ണാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അണ്ണാൻ ഒരുപാട് നട്ട്സ് കളക്ട് ചെയ്യുകയും അത് കുഴിച്ചിടുകയും ചെയ്യും. പക്ഷേ കുഴിച്ചിട്ടിട്ട് അണ്ണാൻ അറിയില്ല അതെവിടെയാണ് കുഴിച്ചിട്ടതെന്ന്. പലപ്പോഴും അത് മനസ്സിലാകാതെ പോകും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വന്ന് ഈ സീഡ്സൊക്കെ അവിടെ കിടന്ന് കിളിർത്തു വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പോസൽ ബൈ ആനിമലാണ് ഇത് രണ്ടും പറഞ്ഞത്. ബേർഡ്സിൻ്റേതും സ്ക്വിറലിൻ്റേതും ഒക്കെ പറഞ്ഞത് ആനിമൽ. പിന്നെ വാട്ടർ വഴിയുള്ളത് കോക്കനട്ടിൻ്റെ പറഞ്ഞത്. നമ്മൾ പിന്നെ എയർ വഴിയുള്ളത് പറഞ്ഞു. ഏതിനാണ്? കോട്ടൺ, പഞ്ഞിയുടെയൊക്കെ, ഡാൻലിയോൺ പഞ്ഞി, ഇതൊക്കെ വിൻഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ സീഡ്സ് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ പല മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ പല ഏജൻസ് എന്ന് പറയും. ഏജൻസ് ഓഫ് ഡിസ്പേഴ്സൽ. എന്താണ് അതിന് പറയുന്നത്? ഏജൻസ് ഓഫ് ഡിസ്പേഴ്സൽ. ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവലിംഗ് ഓഫ് സീഡ്സ്. സീഡ്സിൻ്റെ ട്രാവലിങ്ങിനാണ് നമ്മൾ ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. വിതരണം എന്ന് പറയും. വിത്തിൻ്റെ വിതരണം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ആനിമൽസ് വഴി, പിന്നെ വാട്ടർ വഴി, വിൻഡ് വഴി. ഇതുവഴിയാണ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. Some plants spread their seeds over long distances. When the soybean pods are ripe, they burst and the seeds are thrown out. Have you ever heard this sound? ഇനി ചില ചെടിയുടെ പ്ലാന്റിൻ്റെ ഒക്കെ സീഡ്സ് എന്താണെന്ന് അറിയുമ്പോൾ റൈപ്പ് നല്ലപോലെ മൂത്ത് ഉണങ്ങി കഴിയുന്നുണ്ട്, ഇത് തന്നെ പൊട്ടിപ്പോവും. സോയാബീൻ്റെ ഒക്കെ എങ്ങനെയാണ്? സോയാബീന് നമ്മൾ ചില പയറുകൾ ഇതൊക്കെ ആണെങ്കിൽ ഇത് നിറച്ച് അതിൻ്റെ പോഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ പയറാണെന്ന് വെച്ചോ, ഇതിനകത്താണ് പയർ വിത്തുള്ളത്. ഈ പോഡെന്ന് പറയുന്നത് ഇതിൻ്റെ കവറിങ്, ഈ ഔട്ടർ കവറിങ് പൊട്ടിപ്പോയിട്ട് അത് തെറിച്ച് പല സ്ഥലത്ത് വീണ് അവിടെ കിടന്ന് കിളിക്കും. Think what would happen if seeds did not spread and remained at one place only. ഇനി ഒരിടത്ത് തന്നെയാണ് ഈ സീഡ്സ് വീഴുന്നത്, ദൂരെ എങ്ങും പോകുന്നില്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് പ്ലാന്റിനെ കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും എങ്ങനെയാണ്? പല സ്ഥലങ്ങളിലും ഇതെത്തുന്ന ഇങ്ങനെ ആനിമൽസ്, വിൻഡ്, വാട്ടർ, പിന്നെ ഈ ബേസ്റ്റിങ് അല്ലെ സ്പ്ലിറ്റിങ്, ഇതൊക്കെ കാരണമാണ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് വേസ് ബൈ വിച്ച് സീഡ്സ് ആർ സ്പ്രെഡ്. നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത് പല ടൈപ്പ് ഡിസ്പേഴ്സൽ. ഇനി നെക്സ്റ്റ്, ഹൂ കെയിം ഫ്രം വെയർ, എവിടെ നിന്ന് ആരൊക്കെ വന്നു എന്നുള്ളതാണ്.
ഹാവ് യു ഇൻക്ലൂഡഡ് ഹ്യൂമൻ ബീങ്സ് ഓൾസോ ഇൻ യുവർ ലിസ്റ്റ്? ആരൊക്കെയാണ് ഏജൻസ് എന്നുള്ളതിൽ നമ്മളിപ്പോൾ എയർ പറഞ്ഞു, വാട്ടർ പറഞ്ഞു, ആനിമൽസ് പറഞ്ഞു. ഇനി അതുപോലെ ഹ്യൂമൻ ബീങ്സും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഹ്യൂമൻ ബീങ്സും കാരണമാവുന്നുണ്ടോ ഇങ്ങനെ ഈ വിത്ത് വിതരണത്തിന്? യെസ്, വി ഓൾസോ ക്യാരി സീഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ സീഡ്സിനെ കൊണ്ടുപോകുന്നത് നോവിങ്ലി ഓർ അൺനോവിങ്ലി, അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുപോകുന്നുണ്ട്. വി ബ്രിങ് ദ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് വി ഫൈൻഡ് ബ്യൂട്ടിഫുൾ ഓർ യൂസ്ഫുൾ ടു ഗ്രോ ദം ഇൻ അവർ ഗാർഡൻ. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുൾ ആണ് അല്ലെ ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ വിത്ത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഗാർഡനിൽ നടും. ശരിയല്ലേ? ലേറ്റർ ദ സീഡ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് സ്പ്രെഡ് ടു അതർ പ്ലേസസ്. പിന്നെന്താ ചെയ്യുന്നത്? ഇത് നമ്മളിപ്പം ഒരു മുളകോ വെണ്ടയോ ഒക്കെ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നട്ടിട്ട് അതിൽ ഇതുപോലെ കായ്കളുണ്ടാവും അല്ലേ? അങ്ങനെ കായ്കളുണ്ടായി അവിടെ പിന്നെയും വേറെ വേറെ ചെടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. മെനി ഇയേഴ്സ് ലേറ്റർ പീപ്പിൾ മേ നോട്ട് ഈവൻ റിമെമ്പർ ദാറ്റ് ദീസ് പ്ലാന്റ്സ് ഡിഡ് നോട്ട് ഗ്രോ ഹിയർ ഏർലിയർ. ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്ന പോലും ഉണ്ടാകത്തില്ല പണ്ട് ഈ ഒരു ചെടി ഇല്ലായിരുന്നു എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അതെങ്ങനെയാണ് പിന്നെ ഇവിടെ വന്നത്? ദേ വെയർ ബ്രോഡ് ഫ്രം സംവെയർ എൽസ്. എവിടെ നിന്നെങ്കിലും അവരത് കൊണ്ടുവന്നതായിരിക്കും. ഡു യു നോ ഫ്രം വെയർ ചില്ലീസ് കെയിം ടു അവർ കൺട്രി? നമ്മുടെ രാജ്യത്തേക്ക് മുളക് എങ്ങനെയാണ് വന്നതെന്നറിയാമോ? ദീസ് വെയർ ബ്രോഡ് ടു ഇന്ത്യ ബൈ ട്രേഡേഴ്സ് കമ്മിങ് ഫ്രം സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള ട്രേഡേഴ്സ്, കച്ചവടക്കാർ ഇന്ത്യയിൽ വന്നപ്പോഴാണ് മുളക് ഇന്ത്യയിലേക്ക് വന്നത്. ടുഡേ വി കനോട്ട് തിങ്ക് ഓഫ് ഫുഡ് വിത്തൗട്ട് ചില്ലീസ്. മുളകില്ലാത്ത ഫുഡിനെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാനേ പറ്റത്തില്ല. പക്ഷെ അവരെവിടെ നിന്നാണ്? സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നെക്സ്റ്റ്, ഇവരെവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളതാണ് ഒരു പോയം പോലെ. റീഡ് ദിസ് പോയം ടു നോ വിച്ച് പ്ലാൻ കെയിം ഫ്രം വെയർ. ഡിഡ് യു നോ ദിസ്? ഇത് പറയുന്നത് ഇവിടെ നിന്നൊക്കെയാണ് ഈ വിത്തുകൾ വന്നത്. ഫ്രം സൗത്ത് അമേരിക്ക ലോങ് എഗോ കെയിം എ ടൊമാറ്റോ, എ പൊട്ടറ്റോ ആൻഡ് എ ഗ്രീൻ ചില്ലി. അപ്പോൾ ഗ്രീൻ ചില്ലി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇതെല്ലാം വന്നത് എവിടെ നിന്നാണ്? സൗത്ത് അമേരിക്കയിൽ. ഡു യു നോ ദിസ്? എ ക്യാബേജ് കെയിം ഫ്രം യൂറോപ്പ്. ക്യാബേജ് എവിടെ നിന്നാണ് വന്നേ? യൂറോപ്പിൽ നിന്ന്. ആൻഡ് ഓൾസോ എ പി, പയറും അവിടെ നിന്ന് തന്നെയാണ് വന്നത്. ഫ്രം ആഫ്രിക്ക കെയിം എ കോഫി ബീൻ ആൻഡ് ഗ്രീൻ ബിന്ദി. ആഫ്രിക്കയിൽ നിന്ന് വന്ന ആരൊക്കെയാണെന്ന് നോക്കിയേ? കോഫി, കാപ്പിയും പിന്നെ വെണ്ടയ്ക്കായും, ബിന്ദി വെണ്ടയ്ക്ക. ദേ ക്രോസ് ദ ലാൻഡ്, ദേ ക്രോസ് ദ സീ. ഡിഡ് യു നോ ദിസ്? അവരെങ്ങനെയാണ് വന്നത്? ലാൻഡും ക്രോസ് ചെയ്ത് സീയും ക്രോസ് ചെയ്താണ് ഇവിടെ വന്നത്. എ മാംഗോ സാങ് come in, an orange smiles inside its skin, welcome to India. ഓക്കെ, മാംഗോ അപ്പോൾ എവിടെ ഉള്ള ആളായിരുന്നു? ഇന്ത്യയിലുള്ള ആളാണ്. മാംഗോ എന്ത് ചെയ്തു? പറഞ്ഞു വരൂ വരൂ. ആൻ ഓറഞ്ച് സ്മൈൽ ഇൻസൈഡ് ഇറ്റ്സ് സ്കിൻ, വെൽക്കം ടു ഇന്ത്യ. ദ ബനാന സെഡ്, ബനാനവും എന്ത് പറഞ്ഞു? വെൽക്കം ടു ഇന്ത്യ. ദ മേത്തി ആൻഡ് സ്പിനച്ച്, മേത്തി ഫെനുഗ്രീക്ക്, ഉലുവ, ഉലുവായും സ്പിനാച്ച്. സ്പിനാച്ച് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ചീര പോലത്തെ ചെടി. ആൻഡ് ബ്രിഞ്ചാൾ ആൻഡ് റാഡിഷ് നോഡഡ് ഇറ്റ്സ് ഹെഡ്. ഇവരൊക്കെ അത് കേട്ട് തലകുലുക്കി. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇവരൊക്കെ ഇന്ത്യക്കാർ ആയിരുന്നു. നെക്സ്റ്റ്, വാട്ട് ഓൾ ആർ ഗ്രോൺ ഇൻ ഇന്ത്യ ലോങ് എഗോ. എന്തൊക്കെയാണ് ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്നത്? വെയർ മാംഗോസ് ആൻഡ് ബനാനാസ് ഗ്രോൺ ഹിയർ. അന്ന് ഇവിടെ മാംഗോസും ബനാനാസും ഉണ്ടായിരുന്നു. വാട്ട് കെയിം ഫ്രം അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നത് എന്തൊക്കെയാണ്? ഇമാജിൻ ഫുഡ് വിത്തൗട്ട് പൊട്ടറ്റോസ് ആൻഡ് ടൊമാറ്റോ. പൊട്ടറ്റോയും ടൊമാറ്റോയും ഒന്നും ഇല്ലാത്ത ഫുഡിനെ കുറിച്ചൊന്ന് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ഓൾ വാസ് ഗ്രോൺ ഇൻ ഇന്ത്യ ലോങ്. പണ്ട് മുതലേ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? മാംഗോ, ബനാന, ബ്രിഞ്ചാൾ, ഫെനുഗ്രീക്ക്. ഇതെല്ലാം, അതായത് ഉലുവ, മാങ്ങ, വഴുതന, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. വേർ മാംഗോസ് ആൻഡ് ബനാനാസ് ഗ്രോൺ ഹിയർ. യെസ്, മാംഗോസും ബനാനാസും ഇവിടെ ഉണ്ടായിരുന്നു. വാട്ട് കെയിം ഫ്രം അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആരൊക്കെയായിരുന്നു?
Green chilli, tomato, potato, they came from South America. Cabbage came from Europe. And coffee bean and green bindi came from ആഫ്രിക്ക. അല്ലേ, നമ്മൾ ഈ പോയത്തിൽ നമ്മൾ പഠിച്ചാണ്, ഇതിനകത്തിലാണ് ഈ പോയത്തിൽ നോക്കിയാൽ നമുക്കറിയാം അതൊക്കെ ആരൊക്കെ ഇവിടെ നിന്നാണ് വന്നത് എന്ന്. നെക്സ്റ്റ്, വാട്ട് വി ഹാവ് ലേൺ, നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത് എന്നുള്ളതാണ്. റീന ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ സീഡ് സ്പ്രൗട്ടഡ് ബൈ ഹെർ. റീന അവൾ സ്പ്രൗട്ട് ചെയ്ത്, അവൾ മുളപ്പിച്ചെടുത്ത ഒരു വിത്തിൻ്റെ പിക്ചർ വരച്ചു. വാട്ട് ഡു യു തിങ്ക് ദ സീഡ്സ് നീഡ്സ് ഫോർ സ്പ്രൗട്ടിങ്? സ്പ്രൗട്ടിങ്ങിന് മുളയ്ക്കാൻ എന്തൊക്കെയാണ് ഒരു സീഡിന് വേണ്ടത്? റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഹൗ വുഡ് റീനാസ് സീഡ്സ് ലുക്ക് ഇഫ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് തിങ്സ് നീഡഡ്? ഷോ ബൈ ദ ഡ്രോയിങ് ദ പിക്ചർ. ഇനി റീനയുടെ സീഡ്സിന് ഇതൊന്നും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് കിളിച്ചു വരുമോ? അതെങ്ങനെ ഇരുന്നേന്? അതുപോലെ തന്നെ ഇരുന്നേനെ അല്ലേ, മുളയ്ക്കത്തില്ല. അതെ, ഇവിടെ ഇപ്പം മുളപ്പിച്ച ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഡു സീഡ്സ് സ്പ്രെഡ് ടു ഫാർ ഓഫ് പ്ലേസസ്? റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഈ സീഡ്സ് ദൂര സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുന്നത് അത് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റീനയുടെ സീഡ്സിന് കറക്റ്റായിട്ട് കിളിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളത് അല്ലേ. മീൻസ് ഇഫ് സീഡ്സ് ഗെറ്റ് പ്രോപ്പർ എയർ ആൻഡ് വാട്ടർ ദേ ക്യാൻ ജെർമിനേറ്റ്, അതർവൈസ് ഇറ്റ് കനോട്ട് ജെർമിനേറ്റ്. ഇത് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ, മുളയ്ക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, എയറും വാട്ടറും ക്ലൈമറ്റിക് കണ്ടീഷൻസും എല്ലാം കറക്റ്റായിരിക്കണം. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഡു സീഡ്സ് സ്പ്രെഡ് ടു ഫാർ ഓഫ് പ്ലേസസ്? ദൂര സ്ഥലത്തേക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. ഹൗ ഡു സീഡ്സ് സ്പ്രെഡ് ഫോർ ഫാർ ഓഫ് പ്ലേസസ്? ദൂര സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ സം സീഡ്സ് ഹാവ് തോൺസ് ഓർ ഹുക്സ് വിച്ച് സ്റ്റിക്ക് ഓൺ ദ ഫാർ ഓഫ് ആനിമൽസ്. ചില സീഡ്സിന് അതിന് ഹുക്ക് പോലത്തെ ഭാഗമുണ്ട്, അത് ആനിമൽസിൻ്റെയൊക്കെ ഫറിൽ അല്ലെ ഹെയറിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും, പറ്റി പിടിച്ചിരിക്കും. ആൻഡ് ക്യാരി ടു ഡിഫറെൻറ്റ് പ്ലേസസ്, പല സ്ഥലങ്ങളിലേക്ക് പോകും. സം ഫ്ലഷി ഫ്രൂട്ട്സ് ആർ ഈറ്റൺ ബൈ ആനിമൽസ് ആൻഡ് ക്യാരി ടു ഡിഫറെൻറ്റ് പ്ലേസസ് ത്രൂ ദെയർ എക്സ്ക്രീറ്റ. അതുപോലെ ഫ്ലഷി ആയിട്ടുള്ള നല്ല പഴം ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത്, അത് അതിൻ്റെ ആനിമൽസും ബേർഡ്സും ഒക്കെ എന്ത് ചെയ്യും? അതിൻ്റെ എക്സ്ക്രീറ്റയിലൂടെ പോകുന്ന വെളിയിലേക്ക് പോകുന്ന വേസ്റ്റ് വെളിയിലേക്ക് പോകുന്നതിലൂടെ എന്താണ് ആ സീഡ്സ് പല സ്ഥലങ്ങളിലെത്തുന്നുണ്ട്. സം സീഡ്സ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഓർ ബോസ്, ചിലതൊക്കെയാണ് തനിയെ പൊട്ടിപ്പോവും റൈപ്പ് ആകുമ്പോൾ. ഇറ്റ് ഈസ് എക്സ്പ്ലോസീവ് ആക്ഷൻ. സീഡ്സ് ഓഫ് സം പ്ലാന്റ്സ് ക്യാൻ ഫ്ലോട്ട് ഇൻ വാട്ടർ. പിന്നെ അതുപോലെ സീഡ്സ് ഓഫ് സം പ്ലാന്റ്സ്, ചില പ്ലാന്റ്സിൻ്റെ എങ്ങനെയാണെന്നറിയാമോ, ചില പ്ലാന്റ്സിൻ്റെ സീഡ്സ് ഫ്ലോട്ട് ചെയ്യും. നമ്മൾ കോക്കനട്ടിൻ്റെ പറഞ്ഞ എങ്ങനെയാണ്, ഫ്ലോട്ട് ചെയ്തിട്ട് എന്താവും, അത് ഒഴുകി പോവും. ഡെയർ ക്യാരി ടു ഡിഫറെൻറ്റ് പ്ലേസസ്. അതുപോലെ ചിലത് എയർ ക്യാരി ചെയ്യുന്നുണ്ട്. സം സീഡ്സ് ക്യാരിഡ് ബൈ എയറിലൂടെയും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. താങ്ക് യു. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു വെരി മച്ച്.